ഇവിടുത്തെ വേറൊരു സ്വീകരണം കാണാം. അതിൽ മാലയിട്ടോന്ന് അറിയില്ല. അവിടെ പുഷ്പവൃഷ്ടി നടത്തി. താങ്കൾ മാലയിട്ട കാര്യം പറഞ്ഞു. പൂവുതിരി പുഷ്പവൃഷ്ടി നടത്തി. നോക്കൂ, രാജ്യത്തിൽ ആദ്യമായി റേപ്പ് കൊട്ടേഷൻ കേസിലെ പ്രതിയാ. ഒന്നാം പ്രതിയാണ് കേസിൽ. ആയിക്കോട്ടെ, ആരോപിതനാണ്. കോടതി ഇതേവരെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടില്ല അയാൾ ഒന്നാം പ്രതിയാണോ? ആയിക്കോട്ടെ, ഒന്നാം പ്രതിയായിട്ട് വെച്ചേക്കുന്നു. ശരിയാണ്, ഒന്നാം പ്രതിയാണ്. ഇയാൾ കോടതി ഇയാൾ കുറ്റമുക്തനാണെങ്കിൽ ഇയാൾ കോടതി പറയണം കുറ്റമുക്തനാണെന്ന് പറയണം. ആരോപണമാണോ? താങ്കൾ കണ്ടോ? പോലീസ് പറയുന്നതാണ്. പോലീസ് പറയുന്നതല്ലേ നമുക്ക് പറയാൻ പാടുള്ളൂ. അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ 7.5 വർഷം അറിയൂ. 7.5 വർഷം കുമാർ അത്ര ഗുരുതരമായ ഒരു കേസിലെ പ്രതി ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ താങ്കൾ പൂവായിട്ട് ഗോവിന്ദചാമി ഇറങ്ങുമ്പോൾ താങ്കൾ പോയി മാലയിടുവോ? ഇല്ല, ഇടില്ല. അദ്ദേഹത്തെ ശിക്ഷിച്ചു കോടതി, തെറ്റുകാരനാണെന്ന് ശിക്ഷിച്ചു. അതുകൊണ്ട് അവിടെ പോകേണ്ട കാര്യമില്ല. നിങ്ങൾ ഈ കോമാളിത്തരം കാണിക്കുന്നത് നിങ്ങളുടെ സംഘടനയ്ക്ക് ഒരു ഒരു പേര് വിലാസം ഉണ്ടാവാനാണോ? അല്ല, ഞാൻ പറഞ്ഞുതരാം. പൾസർ സുനിക്ക് അവിടെ പുഷ്പവൃഷ്ടി നടത്തിയതിന്റെ കാരണം 7.5 വർഷമാണ് അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കാതെ അദ്ദേഹത്തിനെ ജയിലിൽ അടച്ചിട്ടുള്ളത്. ചെയ്ത കുറ്റത്തിന്റെ പറഞ്ഞോട്ടെ എന്തുകൊണ്ട് ഒരു പ്രണയം നടിച്ച് പ്രണയത്തിൽ വിഷം കലർത്തി കൊടുത്ത ഗ്രീഷ്മയ്ക്ക് എന്തുകൊണ്ട് ജാമ്യം കൊടുത്തു? അതാണ് ഞങ്ങളുടെ പ്രതിഷേധത്തിന്റെ കാരണം. അത് കോടതിയുടെ വിവേചനാധികാരമല്ലേ? ഒരു പെണ്ണിനോടും ആണിനോടും വേർതിരിവ് എന്തിനാ? പുരുഷന്മാർ ജയിലപ്പെട്ട കേസിൽ അവർ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടില്ലേ? പുരുഷന്മാർക്ക് ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കേരള ചരിത്രത്തിൽ കേരളത്തിലെ ഓരോ വ്യക്തികളെയും മുൾമുനയിൽ നിർത്തിയതാണ് കൊല്ലത്ത് ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ഒരു കേസ്. ആ കേസിൽ അമ്മയും മകളെയും ജാമ്യം കൊടുത്ത് പുറത്തു വിട്ടു. അദ്ദേഹത്തിന് എന്തുകൊണ്ട് ജാമ്യം കൊടുത്തില്ല? ആ സമയത്ത് എന്തുകൊണ്ട് കൊടുത്തില്ല? അയാളുടെ മാസ്റ്റർ പ്ലാൻ കൊണ്ട്. അവിടെ മകളുടെ തലയാണെന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. അല്ല, അയാളാണ് കുറ്റകൃത്യത്തിന് ആസൂത്രണം ചെയ്തതാണ്. ഞാൻ ചോദിക്കട്ടെ, കുറ്റകൃത്യത്തിന് ആസൂത്രണം. അതുപോലെ ഗ്രീഷ്മയുടെ അമ്മ ഇതിനെല്ലാത്തിനും വളം വെച്ചു കൊടുത്ത ആ സ്ത്രീക്ക് കുറ്റമില്ല, അവളെ പുറത്തു വിട്ടു. തെളിവില്ല. എന്ത് തെളിവില്ല? സ്ത്രീകൾ പ്രതികളായിട്ടുള്ള കേസുകളിൽ ഇങ്ങനെ വരത്തുള്ളൂ. കോടതി കേസ് നടക്കുമ്പോൾ കോടതി ജഡ്ജി ഒന്ന് വട്ടിയൂർക്കാവ് നിങ്ങളുടെ സംഘടനയോട് ചോദിക്കണോ ഇയാൾ കുറ്റക്കാരനാണോ അല്ലേ? നിങ്ങളെ കേൾക്കണോ? അങ്ങനല്ലോ. കോടതിക്ക് മുന്നിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷയാണ് കോടതി കൊടുത്തത്. അല്ല, നിങ്ങൾ അതിനെ അനുകൂലിക്കുന്നില്ലേ? ആ ജഡ്ജി അനുകൂലിക്കുന്നില്ലേ? തീർച്ചയായും അദ്ദേഹത്തിന് നമ്മൾ പാലഭിഷേകം നടത്താൻ പോയതാ. അതേ ജഡ്ജി അല്ലേ പുറത്തു വിട്ടത്? അതേ ജഡ്ജി തന്നെ. അതെ, അതാണ് ഈ ഇരട്ടത്തപ്പ് പാടില്ല എന്ന് പറയണേ. നിങ്ങൾ അതെങ്ങനെയാണ് ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ കൊടുത്ത ജഡ്ജിക്ക് നിങ്ങൾ പാലഭിഷേകം നടത്തുകയും അതേ ജഡ്ജിയുടെ ഉത്തരവിൻ പ്രകാരമാണ് ഈ അമ്മ പുറത്തേക്ക് പോകുന്നത്? അതെ, എങ്ങനെയാണ് ശരിയാവുക? അത് ശരിയാകില്ല. വാർത്താ പ്രാധാന്യം കിട്ടുന്ന കേസുകളിലൊക്കെ വട്ടിയൂർക്കാവ് അജിത് കുമാർ പോയി ചാടുന്നത് ആ പബ്ലിസിറ്റിയിലൂടെ സംഘടന വളരും എന്ന ആത്മാർത്ഥമായ ആഗ്രഹം. വാർത്താ പ്രാധാന്യം കിട്ടുന്നതിലാണെങ്കിൽ ഞങ്ങൾ വേറെയും പലതിലും ചെയ്യണം. ഞങ്ങൾ ചെയ്തിട്ടില്ല. ഇതിപ്പോ ബോച്ചയുടെ കേസാണ്. ബോച്ചയ്ക്ക് ഡബിൾ മീനിങ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതിന്റെ പേരിൽ അദ്ദേഹത്തെ ആയുഷ്കാലം മുഴുവൻ ജയിലിടാൻ പറ്റുമോ? പറ്റില്ല. അദ്ദേഹത്തിന് സ്റ്റേഷൻ ജാമ്യം കൊടുത്ത് വിടാവുന്ന കേസേ ഉള്ളൂ. ആര് പറഞ്ഞു? ഞാൻ പറയുന്നു. അത്യാവശ്യം നമുക്ക് കാര്യങ്ങൾ അറിയില്ലേ? അല്ലല്ല, അത്യാവശ്യം നമുക്ക് കാര്യങ്ങൾ അറിയില്ല. ഇതുപോലുള്ള സമാന കേസുകളിൽ ആരെങ്കിലും പിടിച്ച് ജയിലിലിട്ടുണ്ടോ? എല്ലാ പോലീസുകാരും നല്ലവരല്ല. എല്ലാ കോടതികളും വിധിന്യായങ്ങൾ കറക്റ്റായിട്ടല്ല വരുന്നത്. സ്ത്രീക്കും പുരുഷനും വേർതിരിവ് വരുന്നുണ്ട്. അത് പാടില്ല. ഈക്വാലിറ്റി എന്ന് പറയുമ്പോൾ അത് അവിടെ തുല്യത തന്നെ നടപ്പിലാവാം. ഞാൻ പിന്നെ ചോദിക്കുന്നത്, സ്ത്രീക്കും പുരുഷനും വേർതിരി വരുന്നു എന്ന് പറയാൻ താങ്കൾ ഈ പറഞ്ഞ ഗ്രീഷ്മയുടെ അമ്മ ഗ്രീഷ്മ എന്ന് പറയുന്നതിനപ്പുറം നിങ്ങളൊരു പഠനം നടത്തിയിട്ടുണ്ടോ? ഈസി ആയിട്ട് നടത്താവുന്നതല്ലേ? അത് നടത്തിയിട്ടുണ്ടോ? ഡേറ്റ ഉണ്ടോ നിങ്ങളുടെ പക്കൽ? സർക്കാരല്ലേ നടത്തേണ്ടത്? അല്ല, നിങ്ങൾ നടത്താലോ. കോടതി വിധി നമ്മൾ നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ആരോപണമാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ആരോപണമാണ്. ഇനി നിങ്ങൾ ഈ പറയുന്ന AKMA എന്ന സംഘടന എന്താണ്? എപ്പോഴാണ് അത്? 2017 അത് രൂപീകരിക്കപ്പെട്ടത്, രജിസ്റ്റർ ചെയ്തത്. ഞാൻ 18 വർഷം കൊണ്ട് അതിന്റെ പ്രവർത്തനം നടക്കുന്നുണ്ട്. ട്രിവാൻഡ്രത്ത് പല സമരങ്ങളും നിരാഹാര സമരങ്ങളും ഒത്തിരി നടത്തുന്നുണ്ട്. പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്.